നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് പേട്ടയിൽ നാടോടി ദമ്പതികളുടെ 2 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി പിടിയിലായതിനെ തുടർന്ന് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. ഉന്നത പോലീസ് സംഘം അടക്കമുള്ളവർ ഈ പ്രതിയെ ആവർത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച നീണ്ട ദിനരാത്രങ്ങളില്ലാതെ കൃത്യമായുള്ള അന്വേഷണം തന്നെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയതെന്ന് പറയുന്നു. മാത്രമല്ല, കേരള പോലീസിനടക്കം അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ മുഴുവനായി നടക്കിയ ഒരു കേസ് തന്നെയായിരുന്നു ഇത്. 2 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി 20 മണിക്കൂറിന് ശേഷം ഈ 2 വയസ്സുകാരെ തിരികെ ലഭിക്കുന്നു. പക്ഷെ അപ്പോഴും എല്ലാവരുടെയും മുന്നിലെ ചോദ്യം, ആരാണ് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് എന്നാണ്. ഈ നാടോടികൾ മദ്യപിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയത് ഇവരാരും അറിഞ്ഞിരുന്നില്ല എന്ന വ്യക്തമായ കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും പിടിയിലായ പ്രതി കുട്ടികളെ ഉപദ്രവിക്കുന്നത് പതിവാക്കിയ ആളെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. തിരുവനന്തപുരം നാവായിക്കുളം സ്വദേശി ഹസൻ എന്നയാളാണ് കസ്റ്റഡിയിലുള്ളതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസൻ ഇന്ന് രാവിലെ കൊല്ലത്ത് നിന്നാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ADGP അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. പോക്സോ കേസ് പ്രതിയാണ് ഇയാൾ. ജയിലിൽ നിന്നിറങ്ങി 2ാം ദിവസമാണ് ഇയാൾ പേട്ടയിൽ നിന്നും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും പോലീസ് വ്യക്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. കുട്ടി കരഞ്ഞപ്പോൾ വായ പൊത്തിപ്പിടിക്കുകയും പിന്നീട് കുഞ്ഞിന്റെ ബോധം മറിഞ്ഞതോടെ കുഞ്ഞിനെ ഓടയിൽ ഉപേക്ഷിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഇതിനിടെ മറ്റൊരു സംഭവം നടന്നുവെന്നുമാണ് പോലീസ് പറയുന്നത്. ഇതേക്കുറിച്ച് പോലീസ് പിന്നീട് വ്യക്തമാക്കും. വർക്കലയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ച കേസിൽ ഇയാൾ മുൻപ് അറസ്റ്റിലായിട്ടുണ്ട്. 2 ആഴ്ച മുമ്പാണ് ബീഹാർ സ്വദേശികളായ നാടോടി ദമ്പതികളുടെ കുഞ്ഞിനെ പേട്ടയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത്. സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടി പിന്നീട് 20 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള ഓടയിൽ നിന്നും കുഞ്ഞിനെ കണ്ടെത്തിയത്. പ്രതിയെ പിടികൂടാൻ നിർണായകമായത് CCTV ദൃശ്യങ്ങളും ജയിൽ രേഖകളുമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കിയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. കഴിഞ്ഞ 2 ദിവസമായി പ്രതിക്ക് പിന്നാലെയായിരുന്നു അന്വേഷണ സംഘം എന്നാണ് ലഭിക്കുന്ന വിവരം. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട തിരക്കുകൾക്കിടയിലും പോലീസ് വിശദമായ അന്വേഷണത്തിലായിരുന്നു. രഹസ്യ സ്ക്വാഡാണ് ഈ ഒരു പ്രതിയെ പിടിക്കാൻ സഹായിച്ചത്. CCTVകൾ അടക്കം പരിശോധിച്ചുള്ള അന്വേഷണത്തിന് ഒടുവിലാണ് പ്രതിയിലേക്ക് പോലീസ് സംഘം എത്തിയത്.